അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇനിയും അറസ്റ്റ് ഉണ്ടാകും, ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അങ്ങനെ CPM-ന് കൃത്യമായ ബോധ്യമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാന സെക്രട്ടറിയുടെ ആ വളരെ അനിതര സാധാരണമായിട്ടുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കാൻ SIT ആലോചിക്കുന്നു എന്നുള്ള വാർത്ത ഈ പുറത്ത് കറങ്ങുന്നുണ്ട്. അങ്ങനെ ആരുടെയൊക്കെ പേരുകൾ വെച്ച് പുറത്ത് കറങ്ങിയിട്ടുണ്ടോ ആ അഭ്യൂഹങ്ങളൊന്നും വെറുതെയായി മാറിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന് അയച്ച കത്താണ് എന്ന് പറയപ്പെടുന്ന ആ കത്തിന്റെ പകർപ്പ് അടക്കം പുറത്തു വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു പേടിയുള്ള കൊണ്ടുകൂടിയാണോ ഇടതുപക്ഷം CPM പത്മകുമാറിനെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നത്? ഇതിൽ നിയമപരമായ ഒരു പ്രശ്നമുണ്ട്. ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ അഭിഭാഷകർക്ക് എല്ലാവരും അറിയുന്ന കാര്യമുണ്ട്. ഇതിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പരാതി രജിസ്റ്റർ ചെയ്ത് പോലീസ് FIR രജിസ്റ്ററിന് ശേഷം അവിടെ പ്രതിപട്ടികയിൽ ആരുമില്ല. സംശയത്തിന്റെ പേരിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് പ്രതികളിലേക്ക് നീങ്ങിയത്. ഇപ്പൊ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയുടെ കൺവെക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പ്രതികളിലേക്ക് നീങ്ങുന്നത്. ഒന്നാമതായിട്ട് തന്നെ അതിന്റെ എവിഡൻഷ്യറി വാല്യൂ വളരെ കുറവാണ്. കാര്യം ഇതിനകത്ത് പിന്നെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഇവർ കോടതിയിൽ കൊണ്ടുവരണം. ഇവർക്കെതിരെയുള്ള കേസ് ട്രയൽ സ്റ്റേജിൽ നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളിലേക്ക് പോലീസ് നീങ്ങുമ്പോൾ അതിന്റെ എവിഡൻഷ്യറി വാല്യൂ കുറയും. ഒന്നാം നിയമപരമായ കാര്യം. പിന്നെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം നിങ്ങൾ പറയുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ളത്, കേരളത്തിലെ ബോർഡുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തിരുവിതാംകൂർ ദേവസ്വം. എല്ലാ ദേവസ്വം ബോർഡുകളും ഇവരെല്ലാവരും പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 അനുസരിച്ചാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദേവസ്വം ബോർഡുകളെല്ലാം ഓട്ടോണോമസ് ബോർഡുകളാണ്. ഞാൻ പല ബോർഡിൽ ഇരുന്നിട്ടുണ്ട്, ചെയർമാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ബോർഡിന്റെ ചെയർമാനായിട്ട് ഞാൻ. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്താലും 2 പ്രൊസീഡിങ്സ് അവിടെയുണ്ട്. ഒന്ന്, ഗവൺമെന്റ് സാങ്ഷൻ വേണം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് സാങ്ഷൻ പോയി വരുമ്പോൾ ഗവൺമെന്റ് ലയബിൾ ആകുന്നു അതിന്. മറ്റൊന്ന്, ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത മിനിറ്റ്സിൽ ആദ്യം വെച്ച് അത് അംഗീകരിച്ചിരിക്കണം. അതിന് മുമ്പായിട്ട് അജണ്ട സർക്കുലേറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ ബോർഡ് പ്രൊസീഡിങ്സ് ഉണ്ട്. ഇതൊന്നും ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ പ്രൊസീഡിങ്സിൽ ഇതൊന്നുമില്ല. അവര് വന്നിരിക്കുന്നു, തൽക്കാലം ഒരു അജണ്ട ഉണ്ടാക്കുന്നു, അജണ്ട വെച്ച് പാസ്സാക്കുന്നു. അത് അടുത്ത മിനിറ്റ്സിൽ അതിനെക്കുറിച്ച് ചർച്ചയില്ല. ഇത് ഗവൺമെന്റിലേക്ക് പോകണ്ട, ഗവൺമെന്റ് സാങ്ഷൻ ഒന്നും തന്നെ വേണ്ട. അതുകൊണ്ട് മന്ത്രിമാരിലേക്ക് തീർച്ചയായിട്ടും മന്ത്രി അറിഞ്ഞില്ല എന്നും ഞാൻ പറയുന്നില്ല. മന്ത്രി അറിയണം എന്നാണ് നിയമം. ദേവസ്വത്തിന് ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രി അറിഞ്ഞിരിക്കണം. പക്ഷേ നിയമപരമായിട്ട് മന്ത്രിയുടെ അറിവോ സമ്മതോ ഇതിനില്ല. ധാർമ്മികമായിട്ട് മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. മന്ത്രി കൈയെഴുതാൻ പറ്റില്ല. നിയമം ഇതൊന്നും ദേവസ്വം മന്ത്രി ഒപ്പിടുകയോ ദേവസ്വം മന്ത്രി ഫയല് കാണണമെന്നോ നിയമമില്ല. ഫയല് ദേവസ്വം എടുക്കുന്ന തീരുമാനം അന്തിമമാണ്. അതിന് ഗവൺമെന്റ് സാങ്ഷൻ വേണ്ട. ചില തീരുമാനങ്ങളൊക്കെ എന്റെ ബോർഡിൽ ക്യാബിനറ്റ് വരെ പോയി വരേണ്ട തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ദേവസ്വം മന്ത്രിമാരിലേക്ക് ഇത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ ചോദ്യം ചെയ്യാം, വേണ്ടി വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അവർ മിനിറ്റ്സുകളൊന്നും ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ നിയമത്തിന്റെ മുന്നിൽ അവർ കുറ്റവാളി അല്ലാതായിട്ട് മാറും. പിന്നെ ഇതിനകത്ത് 2018 ഇരുന്ന ബോർഡിൽ 2 മെമ്പർമാർ കൂടിയുണ്ട്. ഒന്ന് KP ശങ്കരദാസും ഒന്ന് ജയകുമാറും. ശങ്കരദാസന്റെ മകൻ ഇപ്പോൾ IG റാങ്കിൽ കേരള പോലീസ് ജോലി ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നീട് 2024 ഇരുന്ന പ്രശാന്ത്, അവിടെ അന്വേഷണം വന്ന് നിൽക്കുകയാണ്. കാരണം ഒരു ബോർഡിന് മറ്റു കാര്യങ്ങൾ പുനഃപരിശോധിക്കാനുള്ള അധികാരങ്ങളുണ്ട്. 2024 വന്ന ബോർഡും ഇതിനകത്തേക്ക് കടക്കാതെ ഇതിനെ സാധൂകരിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് അതിന്റെ മിനിറ്റ്സുകൾ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നത്. പിന്നെ പല മിനിറ്റ്സുകളും കാണുന്നില്ല. അപ്പോൾ മിനിറ്റ്സ് ആര് മുക്കി എന്നുള്ളൊരു പ്രശ്നമാണ്. ഒരു മിനിറ്റ്സിൽ രേഖപ്പെടുത്താതെ ഈ കാര്യങ്ങൾ എങ്ങനെ പുറത്തുപോയി? വിശേഷിച്ചും ദേവസ്വം മാനുവൽ പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. ദേവസ്വം മാനുവൽ മാത്രമല്ല, ഏതൊരു ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടുന്ന് അമ്പലത്തിന്റെ പ്രമിസുകൾക്ക് പുറത്തേക്ക് ഒരു കാര്യങ്ങളും കൊണ്ടുപോകാൻ പാടില്ല. ഭക്തർക്ക് പോകാം. ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിന് അഥവാ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് പൂജാരിയും തന്ത്രിയും അറിഞ്ഞിരിക്കണം. പൂജാരിയും തന്ത്രിയും ഒക്കെ ചെയ്ത് ചില പൂജാവിധികൾ പ്രകാരം മാത്രമേ ശ്രീകോവിലും അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാം. കാര്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ദൈവികത നഷ്ടപ്പെടുന്നുവെന്നാണ് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിനകത്തുള്ള അശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്ത് അവിടെ സ്ഥാപിക്കാവും. നമുക്കറിയാം, ദേവപ്രതിഷ്ഠ നടത്തുപോലെയാണ് ദേവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഇവര് മാത്രമല്ല, തന്ത്രിയും എല്ലാവരും അറിഞ്ഞിരിക്കണം, മന്ത്രിയും അറിഞ്ഞിരിക്കണം, പൂജാരിയും അറിഞ്ഞിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് ആ പൂജാരിക്കും തന്ത്രിക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല. അവർ ശരിയാണ്, നിയമപരമായിട്ട് അവരറിയണ്ട, പക്ഷെ ധാർമ്മികമായിട്ട് അവർ അറിഞ്ഞിരിക്കണം. ആ തന്ത്രിയും പൂജാരിയും അറിയാതെ ഇതൊന്നും ഇളക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് വലിയൊരു ശൃംഖല ഇതിനകത്തുണ്ട്. ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവിടാൻ തർക്കമൊന്നുമില്ല. പിന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്.
പാർട്ടി അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. കാര്യം പരിപൂർണമായിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. യാതൊരു തർക്കവുമില്ല, അറസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു വ്യക്തതയാണ് പത്മകുമാറിലേക്കൊക്കെ അറസ്റ്റ് നീക്കിയത്. പത്മകുമാർ പാർട്ടിയുടെ മുൻ MLA ആണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പറായിരുന്നു, ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. 10-30 വർഷത്തിൽ കൂടുതലായിട്ട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കുന്ന ആളാണ്. അവരൊന്നും സംരക്ഷിക്കാനൊന്നും ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അതിനകത്ത് അല്ല ഞാനതൊന്ന് ഇടപെടുന്നു ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ. അങ്ങനെ അത്രയും കൈകഴിയാൻ നമുക്ക് പോകണ്ട. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശമില്ലായിരുന്നെങ്കിൽ ഈ അന്വേഷണം എവിടെ എത്തുമായിരുന്നു, എവിടെ എത്തിയിരുന്നു എന്നൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ ക്രെഡിറ്റ് ഗവൺമെന്റ് എടുക്കുന്നത് പരിഹാസ്യമാണ്. അല്ല, ഹൈക്കോടതി ഡയറക്ഷനിൽ മറ്റ് അന്വേഷണങ്ങൾ നിലവിൽ എത്ര എണ്ണം ഞാൻ അവരിനെ ചൂണ്ടിക്കാണിക്കാം. പലയിടത്തും അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഇവര് കൂടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അല്ല, ജഡ്ജി നേരിട്ട് അന്വേഷിക്കാൻ വരുന്നില്ല. അന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന്റെ പുരോഗതിയുടെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി ജഡ്ജിക്ക് കൊടുക്കും. അതാണ് നൽകുന്നത്. നല്ല ഹൈക്കോടതി ജഡ്ജി നേരിട്ട് വന്ന് അന്വേഷിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ തിരിമറി നടത്താം. ഒരു മൊഴി മാറ്റി പറഞ്ഞു. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ മൊഴിക്കകത്ത് പത്മകുമാറിന്റെ പേരില്ലാതിരുന്നാൽ പോരെ. അല്ലെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പത്മകുമാർ നിരപരാധിയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയിപ്പിച്ചാൽ അത് എങ്ങനെ ഹൈക്കോടതി ജഡ്ജി എങ്ങനെ അറിയും? ഹൈക്കോടതി ജഡ്ജി അവരെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഹൈക്കോടതി ജഡ്ജി നിങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ മൊഴി എടുക്കുന്നതെങ്കിൽ അവരുടെ പറഞ്ഞത് ശരിയാണ്. ജഡ്ജിയുടെ സാന്നിധ്യത്തിലല്ല. ജഡ്ജിയുടെ മേൽനോട്ടം എന്ന് പറഞ്ഞാൽ അന്നുള്ള ഇംപ്രൂവ്മെന്റ് എന്താണോ അത് ജഡ്ജിക്ക് കൈമാറണം. അല്ലെങ്കിൽ ഇത്ര ദിവസം ഒരു സമയപരിധിയുണ്ട്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, ഇത്രയെങ്കിലും അറസ്റ്റുകൾ വന്നത് അവരുടെ പറഞ്ഞ കറക്റ്റാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടമുണ്ട് എന്നുള്ള ഒരു ഭയം അന്വേഷണം നിൽക്കുന്ന ആ SIT ടീമിനും അതിന്റെ തലവൻ സീനിയർ IPS ഓഫീസർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ അവർ കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സ്വാധീനിക്കുകയോ ആ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ നിയമിക്കുകയോ ചെയ്യാം. ഹൈക്കോടതി ജഡ്ജി ഇന്നാരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിട്ടില്ല. ഇന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇതിന്റെ അന്വേഷണത്തിനായിട്ട് നിയമിക്കണമെന്നൊരു പേരൊന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ആണ് അതിനകത്തൊരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാനായിട്ട് ഒരു ടീമിനെ നിയമിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് വേണമെങ്കിൽ ഗവൺമെന്റ് തുടങ്ങാം. ആരെങ്കിലും സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. എത്രയോ തിരിമറികൾ നമ്മുടെ അന്വേഷണത്തിലുള്ള റിപ്പോർട്ടിലും എന്തൊക്കെ മാറ്റുന്നു. അപ്പൊ ഇതിനകത്ത് ഇതുവരെ അന്വേഷണം അതിന്റെ കറക്റ്റായ ദിശയിലാണ് പോകുന്നത്. അതിന്റെ തെളിവാണ് ഗവൺമെന്റ് ഇടപെടുന്നില്ല എന്നുള്ളത്. അല്ല, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഞാൻ താങ്കളോട്ട് ഇടപെട്ട് പറയുന്നതല്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇടതുപക്ഷത്തിന് ധാർമ്മികമായ ഉത്തരം പറയേണ്ട സാഹചര്യത്തിൽ CPM കൂടി തീരുമാനിച്ച് ദേവസ്വം ഭരണം നടത്താൻ വേണ്ടി നിയോഗിച്ചവർ അറസ്റ്റിലാകുകയും അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം നിയമവശങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിഷയം UDFന്റെ ഭരണകാലത്തുണ്ടായിരുന്നെങ്കിൽ ഈ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അടക്കം വഴി നടക്കാൻ സമ്മതിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. താങ്കൾ ഇതിന് ശേഷം ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ